എൻ്റെ പേര് മിനി ഐസക്. ഞാൻ പീച്ചിയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാനാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ 20 വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്നൊരു മകളാണ്. അതുകൂടാണ്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദുഃഖിതരുടെ ആൽബമായ ജെറുസലേം എന്നുള്ള പ്രാർത്ഥന സ്ഥിരമായി ചൊല്ലുമായിരുന്നു. ഇവിടെ വരുമ്പോൾ ഒരു ദിവസം പട്ടത്തച്ഛൻ നമുക്കെല്ലാവർക്കും ആ കാർഡ് തന്നിരുന്നു. നിങ്ങൾ എന്ത് ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ആ പ്രാർത്ഥന സ്ഥിരമായി ഉരുവിടാൻ പറഞ്ഞിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ പ്രാർത്ഥന സ്ഥിരം ചൊല്ലുമായിരുന്നു. എൻ്റെ മക്കൾക്ക് 2-നും ജനുവരി 15-ാം തീയതി പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ മോൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഓട്ടോറിക്ഷയായും സ്കൂട്ടിയായിട്ട് കൂട്ടിയിടിച്ചിട്ട് എൻ്റെ മോളുടെ കഴുത്തിൻ്റെ മുകളിലേക്ക് മുഴുവൻ പാർച്ചറായിരുന്നു, മുഴുവൻ സ്റ്റിച്ചുകളായിരുന്നു. 9, 7, 6, 3 അങ്ങനെ കുറേ സ്റ്റിച്ചുകളായിരുന്നു. യാതൊരു ആപത്തും വരാതെ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് എന്നും ഞാൻ ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് യാതൊരു ആപത്തും വരാതെ തമ്പുരാൻ കാത്തു സൂക്ഷിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകൻ അലക്സിന് അതേ സമയത്ത് തന്നെ പിറ്റേ ദിവസം ആക്സിഡൻ്റ് ഉണ്ടായി. അത് ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ബൈക്കുകൾ ഇടിച്ചിട്ട് എൻ്റെ മോനെ 50 മീറ്റർ ദൂരെ വലിച്ചു കൊണ്ടുപോയി. അവനൊരു കുഴപ്പവും പറ്റിയില്ല. ഹെൽമെറ്റ് പോലും എൻ്റെ മകൻ ധരിച്ചിരുന്നില്ല. എന്നാലും കാൽമുട്ടുകൾക്കും താടിയലിനും കുറച്ച് തൊലികൾ പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആപത്തുകളൊന്നും വരുത്താതെ 2 മക്കളെയും കാത്തു പരിപാലിച്ചതിന് ജെറുസലേം നാഥയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.